ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നറിയാവോ? ഇതാണ് കണവ അല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം കുറേ ദിവസമായി ഇങ്ങനെ ഒരു സംഭവം വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കണേ. അപ്പം അന്നേരം ചിലപ്പോൾ നമുക്കത് നേരം കിട്ടാറില്ല. അപ്പം ഇന്നലെ എനിക്ക് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് രാത്രിയിൽ ശരിയാക്കി എടുക്കുന്ന ഒരു രംഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കണവ എന്ന് പറയുന്നത് നമ്മൾ തൊലി ഇങ്ങനെ പതുക്കെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരസിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ തലയുടെ ഉള്ളിൽ ഞാൻ വലിച്ചെടുത്ത ഭാഗമാണ് കാണുന്നത്. അത് നമ്മൾ ആ കണ്ണിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങ് കത്തിരിച്ച് കളയണം. അത് കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടും. അതും ഇങ്ങനെ ചെറിയ രീതിയിൽ അതിൻ്റെ ഉള്ളിലത്തെ അംശങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോ, ഇതേപോലത്തെ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ തൊലി അവിടെയും ഈ പറഞ്ഞ പോലെ ആ റെഡ് കളറ് വരുന്നുണ്ട്. അല്ല, റെഡല്ല, ഒരു എന്താ പറയുക, ചെങ്കൽ കളർ. ആ സംഭവം നമ്മളതെടുത്ത് കളഞ്ഞു. തൊലി എന്താ പറയുക, അടർത്തി മാറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അതിന് മഷി ഇളകുമ്പോഴാണ് ഈ കണവ എന്ന് പറഞ്ഞ മീനിൽ മഷിയുണ്ട്. ആ മഷിയാണ് ഇളകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇളകി കഴിയുമ്പോൾ കണ്ടോ, ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇത് ഞാൻ 3-4 ഞാൻ റെഡിയാക്കി ഇട്ടതാണ് ആ കാണുന്നത്. കണ്ടോ, വെള്ള കളറായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമ്മളത് എന്താ പറയുക, അത്രയും വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട രീതിയാണ് കേട്ടോ കാണിക്കണത്. ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. നല്ല വൃത്തിയായിട്ട് വെള്ള കളറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇത് മുറിക്കണ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, കത്രിക വെച്ചിട്ട് ഞാൻ സൈഡ് മുറിക്കണം. പലരും പല രീതിയിലാണ് ക്ലിയർ ആക്കണത്. എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ വേസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഇങ്ങനെ എന്താ പറയുക ഒരു എനിക്കിഷ്ടമല്ല അത് കാണുമ്പോൾ. പിന്നെ ഇതേ കണ്ടോ, അവിടെ ഞാനൊരു സംഭവം എടുത്ത് കാണിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ. അത് അതിൻ്റെ ഉള്ളിലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉണ്ട്, റീഫിൽ മോഡൽ. ഇപ്പോൾ ആ മീൻ കണവം വിഴുങ്ങിയ മീനാണ് അതിൻ്റെ ഉള്ളിലിരുന്നത്. ഭയങ്കര ചീഞ്ഞ മണമായിരുന്നത്. അപ്പോൾ ഞാനതെടുത്ത് പുറത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കണ്ടോ, ഭയങ്കര വേസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു കിളുകിളുപ്പുള്ള ഒരു സംഭവമാണ് കിടക്കണത്, കറുപ്പ് വരും. അപ്പം അന്നേരം ഞാനത് കത്തി കൊണ്ടൊക്കെ ഒന്ന് വടിച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞപ്പോൾ കണ്ടോ, അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കയറ്റി എടുത്തിക്കണം കേട്ടോ. അത് നല്ല തൂവെള്ളയായിട്ട് നമുക്കത് കിട്ടും, അതിൻ്റെ വേസ്റ്റ് മൊത്തം കാണുമ്പോൾ. പക്ഷേ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നിങ്ങൾ, തനി കറുപ്പാണ്. എന്താ പറയുക, ചെളി ഇളകി വരുമ്പോൾ അല്ലെങ്കിൽ മഷി ഇളകി വരുമ്പോൾ വരുന്ന കളറാണത്. എന്നിട്ട് ഞാൻ വിനാഗിരി ഉപ്പിട്ട് അതിൻ്റെ ഉളുമ്പ് മാറ്റാനായിട്ട് എനിക്കൊരു ശകലം വിനാഗിരി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. എല്ലാ മീനും നന്നാക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ, ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ആ കിടക്കുന്നത്. ഇനി ഞാൻ അത് കളയാൻ പോവാം. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നാക്കി എടുത്തു. കണ്ടില്ലേ, നല്ല നിറമൊക്കെ ആയി. ഇനി ഇതൊന്നും കൂടി നിറം വെപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ വിനാഗിരി ഉപ്പിട്ടിട്ട് ഞാൻ കുറച്ച് നേരം വെക്കും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യും, അത് നുറുക്കി ചെറിയ പീസാക്കും. ചിലരിത് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാനിത് നീളത്തിൽ എളുപ്പത്തിന് വേവാനായിട്ട്, ഇത് ഇച്ചിരി വേവുള്ള ടൈപ്പാണ്. പക്ഷേ ഈ വിനാഗിരി ഉപ്പിട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ എന്താ പറയുക, ഒരു ഹാർഡ് ചില കട്ടിയുള്ള ആ ഒരു സ്വഭാവ രീതിക്ക് മാറ്റം വരും. അത് പഞ്ഞി പോലെയും മാറും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ ചെയ്യണ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതെടുത്തിട്ട് ചെറിയ പീസാക്കി ഇച്ചിരി ചൂടുവെള്ളം ആക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇതെല്ലാം വെള്ളം പിഴിഞ്ഞ് അതിലേക്ക് ഇടും. കാരണം എന്നറിയോ, എനിക്കിതിങ്ങനെ അതിൻ്റെ മുകളിൽ വല്ല സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് അറിയാം. ഞാൻ റെഡിയാക്കി എടുക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ നോക്കിയാൽ പാത്രത്തിലേക്ക് നോക്കിയേ. ഇപ്പോൾ കണ്ടോ, ഇവിടെ വെളിച്ചം ഇച്ചിരി കുറവാണ്. നല്ല തൂവെള്ളയെ കിട്ടി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇനി വേവിക്കാൻ പോകും. അപ്പോൾ കുക്കറിലേക്ക് ഞാനത് എടുത്തിടണം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുക്കറിലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചു കേട്ടോ. ഇനി ഞാൻ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് ഇഞ്ചി. അടുത്തതായിട്ട് നമുക്ക് ഇടാൻ പോകുന്നത് ഞാൻ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് അതിന് ശേഷം ഞാൻ അത് കണ്ടതൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ട് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു 5 അല്ലിയോ 6 അല്ലിയോ എടുത്താൽ മതി. അതിലേക്ക് ഞാൻ ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു.
അതിനുശേഷം ഞാൻ ഇവിടെ സബോള അല്ല എടുത്തിരിക്കുന്നത്, ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉള്ളി ഇട്ടിപ്പോൾ മൂപ്പിച്ച് ഒരുവിധം ചോന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ഒന്ന് ഉള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്നറിയാം, നമ്മൾ കറിയിലിട്ടു എന്ന് പറഞ്ഞാലും അത് അത്രയും ഇതായിട്ടാവില്ല. ആ ഉള്ളിയിലൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണാണ് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ് ഞാൻ ഇതിലിട്ടത്. മഞ്ഞൾപ്പൊടി നമ്മൾ മുന്നേ ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തില്ല. അപ്പോൾ വേവിച്ച് വെച്ച നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ അരപ്പിനുള്ളിലിട്ടിട്ട് ഒന്നും കൂടി വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കണവക്കറി അല്ലെങ്കിൽ കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചിലർ ഇതിൽ തക്കാളി ചേർക്കും, ചിലർ നേരിയതായിട്ട് കുരുമുളക് പൊടി ഇടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. എനിക്കിവിടെ തക്കാളി ഇല്ലായിരുന്നു. തക്കാളിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി കിട്ടിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൽ ചിലർ തേങ്ങ പാല് പിഴിഞ്ഞോ അല്ലെങ്കിൽ അരച്ചൊക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മളുടെ ഈ കണവ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. താങ്ക്